Hi, hello, welcome to yet another video of Garage 51. ഇന്ന് നമ്മുടെ ഷോപ്പിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 ഓയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ റാമ്പിൽ വണ്ടി വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഈ ഒരു ട്രേ വെച്ചിട്ട് പഴയ ഓയിൽ ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. കുറച്ച് സമയം എടുക്കും കേട്ടോ അത് ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്ത് വരാൻ. നമ്മൾ ഡ്രൈൻ നെട്ടുകളെല്ലാം ഓപ്പൺ ചെയ്തു കേട്ടോ. 3 സെക്ഷൻ ഡ്രൈൻ നെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓയിൽ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മളിനി പുതിയ ഓയിൽ ഇതിൽ ഒഴിക്കുകയുള്ളൂ. അപ്പോൾ 3 ഡ്രെയിൻ നെറ്റുകളുണ്ട്. അപ്പോൾ 3 നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അതിൽ നമ്മൾ ഫസ്റ്റത്തെ ഓപ്പൺ ചെയ്തു, സെക്കൻഡത്തെ ഓപ്പൺ ചെയ്തു. അപ്പോൾ 3ാമത്തെ ഡ്രെയിൻ നെറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സർവീസസിൻ്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഓയിൽ സർവീസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇത് ഈ വണ്ടിയും ഒക്കെ റെഡിയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ 3 ഹോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത നെട്ടുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഊരി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രെയിൻ ആവട്ടെ. ഇനി നമ്മൾ ഓയിൽ ഫിൽറ്റർ അഴിക്കാൻ പോവാണ്. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഓയിൽ ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ ചിലവർക്കൊക്കെ ഭയങ്കര സംശയമാണ് ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുമെന്നുള്ളത്. ഓയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഓയിൽ ഫിൽറ്ററും കൂടി ഇൻക്ലൂഡഡ് ആണ് അതിൽ. എന്നാലാണ് നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കുന്നതിന് ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. കണ്ടോ, ഇതാണ് ഓയിൽ ഫിൽറ്റർ. നമ്മൾ കൈയോടെ തന്നെ അതൊരു ആ ട്രെയിൽ തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയും. പല കസ്റ്റമേഴ്സിനും സംശയങ്ങളുണ്ട്, ഇതന്നെ റിപ്പീറ്റായിട്ട് നമ്മൾ ഇതന്നെ ചെയ്യുമോ, ഈ പഴയ തന്നെ നമ്മൾ യൂസ് ചെയ്യുമോ എന്നുള്ളത്. നമ്മളങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഓയിൽ ഫിൽറ്റർ എന്തായാലും മാറ്റണം. അതുപോലെ തന്നെ നമ്മൾ എയർ ഫിൽറ്ററും എങ്ങനെയാണ് അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പം അതിനുവേണ്ടി നമ്മൾ ആ ഒരു എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ എയർ ഫിൽറ്ററും അത്യാവശ്യം ഒരു ഡാമേജ് ഉണ്ട്, ഒരു കരി പിടിച്ച പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു എയർ ഫിൽറ്റർ നടക്കില്ല. അപ്പോൾ നമ്മളിതിൽ എയർ ഫിൽറ്ററും കൂടി ഇതിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ചില വണ്ടികളുടെ എയർ ഫിൽറ്റർ ഓക്കെ ആണെങ്കിൽ നമ്മൾ അതന്നെ ഫിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ക്ലീനറും കാര്യങ്ങളൊക്കെ അടിക്കുകയാണ്. ഓയിൽ സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ സംശയങ്ങളും കാണുന്നവർക്ക് മാറുന്നതായിരിക്കും. ഫിൽറ്ററിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീനർ അടിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ്. കാരണം ഇനി പുതിയൊരു എയർ ഫിൽറ്റർ വെക്കുമ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. ഇന്ന് എന്തായാലും സ്റ്റാഫ് ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാഫില്ല, തന്നെയാണ് നമ്മുടെ ഓയിൽ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എയർ ഫിൽറ്ററിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നന്നായി ക്ലീൻ ചെയ്തു. ആ സമയത്ത് തന്നെ നമ്മുടെ ഓയിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഡ്രെയിൻ ആവുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടിയും ഡ്രെയിൻ ആവാനുണ്ട് കേട്ടോ. ഇത് എത്ര ടൈം എടുക്കും ഒരു ഓയിൽ സർവീസിന്? അരമണിക്കൂർ അങ്ങനെയൊക്കെയാണ് ഒരു ഓയിൽ സർവീസിന് നമുക്ക് എടുക്കുന്ന ഒരു ടൈം. നമ്മളിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ബാക്കിയുള്ള ഓയിലും കൂടി ആ ഒരു പ്രഷറിൽ വരും. വണ്ടി നമ്മൾ കുറച്ച് ചെരിച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫുള്ളായിട്ടുള്ള ഓയിലും ഡ്രെയിനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി പുറത്തൊക്കെ ഓയിൽ സർവീസ് ചെയ്യുന്നവർ ഇങ്ങനെ തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നിയർ ബൈ ആയിട്ടുള്ളവരും നമ്മുടെ ഷോപ്പിൽ എത്താൻ പറ്റുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് തന്നെ വിസിറ്റ് ചെയ്യുക.
അപ്പോൾ നമ്മൾ വണ്ടിയുടെ പീരിയോഡിക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കും. ചില കസ്റ്റമേഴ്സൊക്കെ പമ്പിൽ പോയിട്ട് തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോസസ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഡ്രെയിനിട്ട് 3 എണ്ണം അഴിച്ചോളണം എന്നില്ല. അവർ മേലെ കൂടെ തന്നെ ആ ഒരു പഴയ ഓയിൽ സക്ക് ചെയ്തെടുത്തിട്ട് അതിലൂടെ തന്നെ പുതിയ ഓയിൽ ഒഴിക്കും. അപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറ്റണം എന്നില്ല, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യണം എന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വണ്ടിയുടെ എല്ലാ പാർട്സും മൂവ് ചെയ്യാൻ ഒരു ഫ്രഷ് ഓയിൽ നിർബന്ധമാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നുള്ളത്. ഇങ്ങനെ 3 ഡ്രെയിൻ നെട്ടൊക്കെ ഊരിയിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്യുകയാണോ, ഓയിൽ ഫിൽറ്റർ മാറ്റുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ പമ്പിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ഓയിൽ സർവീസൊക്കെ കഴിച്ചു വരുന്നവർക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും ഈ ഒരു വീഡിയോ. നമ്മളപ്പോൾ പുതിയ എയർ ഫിൽറ്റർ, ഇതാണ് കേട്ടോ പുതിയ എയർ ഫിൽറ്റർ. പഴയ എയർ ഫിൽറ്റർ ഇവിടെ ഉണ്ട്, കണ്ടോ, രണ്ടിന് കളറ് നല്ല വ്യത്യാസമുണ്ട്. ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തായിരിക്കും ആ ഒരു കരി പിടിച്ച പോലെ ഉണ്ടാവുക. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് യെല്ലോ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയത് മാറ്റിയിട്ട് പുതിയത് വെക്കുകയാണ്. ചില കസ്റ്റമേഴ്സൊക്കെ വണ്ടി ഇവിടെ കൊടുന്ന് നിർത്തിയിട്ട് പോവും. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് വെക്കും. പക്ഷേ പലർക്കും ഡൗട്ടാണ്, ഓയിൽ ഫിൽറ്റർ മാറ്റിയോ എയർ ഫിൽറ്റർ മാറ്റിയോ, പിന്നെ അത് എവിടെ. നമ്മളിതിപ്പോൾ ഇത് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കൈയോടെ നമ്മളിത് കളയും. പിന്നെ ഇനി വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നൊക്കെ തപ്പിയെടുക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സംശയങ്ങളുള്ളവർക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ പോവാണ്. സംശയമുള്ളവർക്കൊക്കെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് നമ്മൾ ലൂബിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയിനിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ടാണോ ലൂബ് ചെയ്യാന്നുള്ളതും കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ആ ഡ്രെയിൻ നെട്ടും കാര്യങ്ങളൊക്കെ തുടച്ചു കിട്ടോ. ഞാൻ അവിടെ ഒന്ന് അങ്ങോട്ട് മാറിയപ്പോഴേക്കും അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മളിനി റിട്ടേൺ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 ഡ്രെയിൻ നെട്ട് നമ്മൾ റിട്ടേൺ ഫിറ്റ് ചെയ്യാണ്. പുതിയ ഓയിൽ ഫിൽറ്റർ ഇടുകയാണ് കേട്ടോ. അടുക്ക് കണ്ടോ, പുതിയ ഓയിൽ ഫിൽറ്റർ മാറ്റി അത് നമ്മൾ ഇട്ടു. പിന്നെ അതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാണ്. ക്യാപ്പ് പഴയ ഓയിൽ ഫിൽറ്റർ ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നേ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓയിൽ ഫിൽറ്റർ മാറ്റിയോ പഴയത് തന്നെ വെച്ചോ, പഴയത് എവിടെ, പഴയതാണ് ഞങ്ങൾ കളയും ചെയ്തു അല്ലേ. എന്നിട്ട് അത് അങ്ങനെ ആകെ പ്രശ്നമായി. 80 രൂപയുള്ളൂ. അത് ഭയങ്കര പ്രശ്നമായി. പിന്നെ അത് മാറ്റിയിട്ടില്ല, നിങ്ങൾ വെറുതെ പറയാണെന്ന് പറഞ്ഞിട്ട് കുറേ വളരെ ഒരു കസ്റ്റമറൊക്കെ ആയിട്ടോ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഷോപ്പ് തുടങ്ങിയിട്ട് അത്യാവശ്യം 3-4 വർഷമായി. അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ പുതിയ ഓയിൽ ഒഴിക്കുക. എല്ലാതും ക്ലീൻ ചെയ്ത് നോബൊക്കെ ക്ലോസ് ചെയ്ത് ഓയിൽ ഫിൽറ്ററൊക്കെ ഇട്ട് എയർ ഫിൽറ്ററൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കുകയുള്ളൂ. പുതിയ ഓയിൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ലിക്വിഡ് ഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓയിലാണ് കേട്ടോ ഒഴിക്കുക. റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡ് തന്നെ ഇറക്കുന്നതാണ്. നമ്മൾ ഡ്രെയിൻ നെട്ടൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്തു കേട്ടോ. ഓരോ ഡ്രെയിൻ നെട്ടും നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യാണ്. അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണ്, അത് കാരണം അതിൻ്റെ മെയിൻ്റനൻസും കൂടുതലായിരിക്കും. ഓയിലൊക്കെ കണ്ടോ നല്ല രീതിയിൽ തന്നെ കളറ് മാറിയിട്ടുണ്ട്. നമ്മൾ ഓയിൽ ഒഴിക്കുന്ന ആ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്യാണ് കേട്ടോ, പുതിയ ഓയിൽ ഒഴിക്കുന്നത്. പുതിയ ഓയിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ക്യാപ്പിൻ്റെ പുറത്തു കൂടെ ഉള്ള പൊടിയും കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗമൊക്കെ നമ്മളൊന്ന് തുടച്ചു. ചില വണ്ടികൾ വാഷ് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തുടക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെ വരാറില്ല. ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസ്കൃതി എന്താ പറയുക, ഫണൽ, സോറി മറന്നു പോയത് കേട്ടോ.
ഫണലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൽ പുതിയ ഓയിൽ ഒഴിക്കാൻ പോകണം. പുതിയ ഓയിലിൻ്റെ കളർ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല പ്ലെയിൻ ഓയിലിൻ്റെ കളറാണ് കേട്ടോ, ഗോൾഡൻ. റോയൽ എൻഫീൽഡ് ലിക്വിഡ് എൻജിൻ ഓയിൽ ഗൺ, സെമി സിന്തറ്റിക് ആണ്. 15W50 എന്നാണ് ഈ ഒരു ഓയിലിൻ്റെ പേര്. ഈ ഒരു ബോട്ടിൽ ഫുള്ളും വേണ്ടി വരും അല്ലേ? 2.5 ലിറ്ററിൻ്റെ ഈ ഒരു ഓയിൽ, സ്കാനിലത്തെ ഓയിൽ ഫുള്ളായിട്ട് നമ്മളിതിൽ ഒഴിക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി. ഇത് പഴയ ഓയിൽ എല്ലാവരും ആ ഒരു താഴത്തെ നോബ് വഴി തന്നെ ഡ്രെയിൻ ചെയ്യാനുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പെട്രോൾ പമ്പ്. നമുക്ക് പെട്രോൾ പമ്പിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, പക്ഷേ കസ്റ്റമേഴ്സ് വണ്ടി അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള ഇതുകൊണ്ടാട്ടോ നമ്മൾ പറയണത്. ഓയിൽ ചേഞ്ചിങ്ങിന് ചാർജ് ഇല്ല, ഓയിലിൻ്റെ പൈസ മാത്രം മതി എന്നുള്ളൊരു സ്കീമുണ്ടല്ലോ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾ പൈസ കുറവ് നോക്കി പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വണ്ടിക്കും കൂടിയും അത് ഗുണകരമാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ബോക്സ് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഒക്കെ തുടച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഓയിൽ സർവീസ് എപ്പോഴാണ് ചെയ്ത് ഇനി എപ്പോൾ ചെയ്യണം എന്നുള്ളൊരു സ്റ്റിക്കർ നമ്മുടെ ഷോപ്പിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ. ഗാരേജ് 51 ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത്, ആ ഡേറ്റും അതുപോലെ ഇനി എത്ര കിലോമീറ്ററിൽ നെക്സ്റ്റ് സർവീസ് ചെയ്യണം എന്നുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മളെ ഷോപ്പിലുണ്ട്. അപ്പോൾ നമ്മളത് ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ ബോക്സിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിന് ഇനി നോക്കുമ്പോൾ ഓർമ്മ ആ ഡേറ്റൊക്കെ മറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കർ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ക്യാനിലത്തെ ഓയിലും ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ക്യാപ്പ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് ഓയിൽ ചേഞ്ചിങ്ങിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞില്ലേ? ഓയിൽ സർവീസ് കഴിഞ്ഞ് നമ്മൾ ആ റാമും കാര്യങ്ങളൊക്കെ കൈയോടെ ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ചെയിന് നമ്മൾ ക്ലീനർ അടിച്ചു കൊടുക്കുകയാണ്. കാരണം വണ്ടി നല്ല രീതിയിൽ തന്നെ ചളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വാഷ് ചെയ്തിട്ട് ലൂബ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലൂബ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് നമ്മളൊരു ക്ലീനർ മാത്രമേ അടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചെയിനിലത്തെ ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്യുമ്പോൾ പോന്ന് കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ആളോട് ചോദിക്കുക നമ്മുടെ ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. എന്ത് കട പേരെന്താ? എൻ്റെ സമത് അല്ലേ? നമ്മുടെ ഷോപ്പിൽ ഫസ്റ്റ് ടൈം ആണോ? അതെ അതെ. എങ്ങനെയാണ് അറിഞ്ഞത്? ഇങ്ങനെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇവിടെ നല്ല സർവീസാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു. കട വീട് എവിടെയാണ്? ഞാൻ മണ്ണൂരിലെ. എന്ത് വർക്ക് ചെയ്യണം? ഞാൻ ഗൾഫിലാണ്. അപ്പോൾ വണ്ടി തന്നെയാണോ യൂസ് ചെയ്യാറ് അതോ? അല്ല, പിള്ളേർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സർവീസ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, നന്നായിരുന്നു. ഇപ്പോൾ നമ്മളതിന് ഓട്ടിച്ച് കൊണ്ടുവരണം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സർവീസ് വാട്ടർ സർവീസ് ചെയ്ത ശേഷം നമ്മൾ ചെയിൻ കൂടി ലൂപ്പ് ചെയ്യണം. തീർച്ചയായും ഓക്കെ. ഞങ്ങൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് വന്നു തന്നെയാണ്. നല്ല ഇതായിരുന്നു, അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഇതാണ് കേട്ടോ നമ്മൾ ആ ഡീറ്റെയിൽ എഴുതിയത്. ഓയിൽ ചേഞ്ചിൻ്റെ ആ കിലോമീറ്റർ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് 14/5. ഇനി അടുത്ത ഓയിൽ ചേഞ്ച് വരുന്നത് 41-ലാണ് കേട്ടോ അവർക്ക്, 36. അതായത് ഓൾമോസ്റ്റ് ഒരു 5000 കിലോമീറ്റർ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നോർമൽ ഓയിലാണ് റോയൽ എൻഫീൽഡിൻ്റെ. നമ്മൾ കുറച്ചും കൂടി റേറ്റ് കൂടി ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കിലോമീറ്റേഴ്സ് കിട്ടുന്ന ഓയിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓയിൽ സർവീസ് കഴിഞ്ഞു കേട്ടോ. കസ്റ്റമർ നല്ല ഹാപ്പിയാണ് നമ്മൾ ചെയ്തു കൊടുത്ത വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഓയിൽ സർവീസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിരുന്നു.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിതിപ്പോൾ ചെയിൻസ് പോക്കറ്റ് മാറ്റാൻ വേണ്ടി വേറെ വണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ഗ്യാരേജ് 51.